ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥ കസ്തൂരി. ടീച്ചർ ഒരു നാടോടിക്കഥ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മറ്റൊരു കഥ വായിക്കാം. എന്താണ് കഥയുടെ പേര്? ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. അങ്ങനെ ആനയും അണ്ണാനും ഓരോ പ്ലാവ് നട്ടു. പ്ലാവ് മരത്തിലാണ് ചക്ക കായ്ക്കുന്നത്, അറിയില്ലേ? അപ്പോൾ ആന ആ പ്ലാവിനെ നനച്ചു കൊടുത്ത് പ്ലാവിങ്ങനെ വലുതായി വലുതായി വന്നു. എന്നാൽ അണ്ണാനോ വെള്ളം കൊടുക്കാതെ ആ പ്ലാവ് കരിഞ്ഞു പോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതിമൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു. അങ്ങനെ ആനയുടെ പ്ലാവിൽ ചക്കയുണ്ടായി. അത് കണ്ടപ്പോൾ നമ്മുടെ അണ്ണാന് കൊതിമൂത്ത് ഒരെണ്ണം തിന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. നീ എൻ്റെ ചക്ക തിന്നോ? അപ്പോൾ ആന അണ്ണാനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ ചക്ക തിന്നോ എന്ന്. തിന്നൂലോ, ചിൽ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നോലോ, അണ്ണാൻ പറഞ്ഞു. അപ്പോൾ അണ്ണാൻ പറയാണ്, തിന്നല്ലോ, ഞാൻ ചക്ക തിന്നല്ലോ എന്ന് പറയാണ്. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അപ്പോൾ ആനയുടെ ചക്ക കട്ട് തിന്ന അണ്ണാനെ ആന എടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ എണ്ണക്കുടത്തിലാണ് അണ്ണാൻ ചെന്ന് വീണത്. പക്ഷെ അവിടെ നിന്നിട്ടും അണ്ണാന് അഹങ്കാരത്തിനൊരു കുറവുമില്ല. ആനയോട് പറയാണ്, നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു എന്ന്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ വാഗപാത്രത്തിൽ വീണപ്പോൾ വീണ്ടും അണ്ണാൻ പറയാണ്, നിന്റെ ചക്കയും തിന്നു, നിന്റെ എണ്ണയും തേച്ചു, നിന്റെ വാകയും തേച്ചു എന്ന് പറഞ്ഞിട്ട്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ ആന എടുത്തെറിഞ്ഞിട്ടും അണ്ണാന് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ആനയോട് പറയാണ്, നിന്റെ ചക്ക തിന്നു, എണ്ണ തേച്ചു, നിന്റെ വാക തേച്ചു, താളി തേച്ചു എന്നൊക്കെ പറഞ്ഞ് ആനയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. വീണ്ടും ആന അണ്ണാനെ എടുത്തെറിഞ്ഞു. അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു, ചിൽ ചിൽ ചിൽ. അങ്ങനെ ആന എടുത്തെറിഞ്ഞപ്പോൾ കുളത്തിലാണ് ചെന്ന് വീണത് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് അണ്ണാൻ പറയുകയാണ്, ചക്ക തിന്നു, എണ്ണ തേച്ചു, വാകയും തേച്ചു, താളിയും തേച്ചു, പിന്നെ കുളിക്കുകയും ചെയ്തു എന്ന്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു, ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കൊമ്പിലെത്തി, ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യുക? അവസാനം കുളി കഴിഞ്ഞ് അവിടെ നിന്നും ആനയെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ആന പ്ലാവിൻ്റെ കൊമ്പിലേക്കാണ് വലിച്ചെറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് അണ്ണാൻ വീണ്ടും ആനയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇനി അണ്ണാനെ എന്താ ചെയ്യുക എന്നാലോചിച്ച് ആന നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്കിഷ്ടമായോ ഈ കഥ? നിങ്ങളാണെങ്കിൽ അണ്ണാൻ എന്ത് ചെയ്യും? ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? അതെ, ഇഷ്ടമായി. അണ്ണാറക്കണ്ണൻ്റെ തമാശയും പാട്ടും വളരെ രസകരമായിരുന്നു. ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഈ കഥയിൽ എന്താണ് രസിപ്പിച്ചത്? ആന എത്ര ദൂരേക്കെറിഞ്ഞിട്ടും അണ്ണാൻ ഒട്ടും പേടിക്കാതെ ചിരിച്ച് പാട്ടുപാടിയത്. നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത്. ഏതൊക്കെയാണ് ചില നാടോടി കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത്? ആമയും മുയലും, കാക്കയും കുറുക്കനും, സിംഹവും ചുണ്ടലിയും. കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ. നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ. ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം. എങ്ങനെയാണ് നിർമ്മിക്കുക? പേപ്പറിൽ ആനയുടെയും അണ്ണാൻ്റെയും പടം വരച്ച് വെട്ടിയെടുക്കുക. അതിൽ ചെറിയ കോലുകൾ ഒട്ടിച്ച് പാവകൾ ഉണ്ടാക്കി കഥ അഭിനയിക്കാം. ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്താൻ രസമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത? കണ്ടെത്തൂ. നമുക്ക് ഒളിപ്പിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈ കവിതയിലും ചിലത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ചാണ് ഈ കവിത? അപ്പോൾ താഴെയുള്ള കവിത ഒന്ന് വായിച്ചു നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപ നാരിവൻ. ഇത് എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്, പുഷ്പവാടി. അപ്പോൾ ആരെക്കുറിച്ചാണിത് പറയുന്നത്? നമുക്ക് നോക്കാം. തളിർത്തു നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള മരച്ചില്ലകളിൽ തൻ്റെ നൂലുകൾ കൊളുത്തിവെച്ച് സൂര്യൻ്റെ വെളിച്ചം പോലെ നാലു ഭാഗത്തേക്കും നീളമുള്ള വലക്കണ്ണികൾ നെയ്തുണ്ടാക്കി കാറ്റിൽ ഇളകിയാടുന്ന ആ വെളുത്ത വലയ്ക്കുള്ളിലിരിക്കുന്ന വിചിത്രമായ രൂപമുള്ള ആ ജീവി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എട്ടുകാലി അഥവാ ചിലന്തിയാണ്. അപ്പോൾ ആരെക്കുറിച്ചാണ് ഈ കവിത? ചിലന്തി, എട്ടുകാലി. കവിത താളമിട്ടു ചൊല്ലൂ. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? തളിർത്ത്, ഉലഞ്ഞ്, തരുക്കൾ, ശാഖ, രശ്മി, അർക്കൻ, ബിംബം, വിചിത്രരൂപൻ. വാക്കുകളുടെ അർത്ഥങ്ങൾ: തളിർത്ത്, പുതിയ ഇലകൾ വന്ന്; ഉലഞ്ഞ്, ഇളകി അല്ലെങ്കിൽ ആടി ഉലഞ്ഞ്; തരുക്കൾ, മരങ്ങൾ; ശാഖ, മരക്കൊമ്പ്; രശ്മി, സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ നൂൽ; അർക്കൻ, സൂര്യൻ; ബിംബം, രൂപം അല്ലെങ്കിൽ വട്ടത്തിലുള്ള വടിവ്; വിചിത്രരൂപൻ, അത്ഭുതപ്പെടുത്തുന്ന രൂപമുള്ളവൻ. കവിതയ്ക്ക് എന്തു പേരിടും? കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ. കവിതയ്ക്കുള്ള പുതിയ തലക്കെട്ടുകൾ എന്തിടാം? വിചിത്ര നെയ്ത്തുകാരൻ അല്ലെങ്കിൽ കൗശലക്കാരനായ ചിലന്തി. പേര് കണ്ടെത്താൻ സഹായിച്ച ഈ വരികളിലെ സൂചനകൾ. നൂൽ കെട്ടുന്നത് നോക്കൂ. തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. മരച്ചില്ലകളിൽ നാലുപാടും നീളമുള്ള നൂലുകൾ കൊളുത്തി വല കെട്ടുന്നതായി ഈ വരി വ്യക്തമാക്കുന്നു. വലക്കണ്ണികൾ നെയ്യുന്നത്. കാറ്റിലീ വെളുത്ത കണ്ണി വെച്ചെഴും. കാട്ടിൽ ഉലയുന്ന വെളുത്ത വലക്കണ്ണികൾ. വലയുടെ അറകൾ നെയ്തുണ്ടാക്കുന്നതിനെ ഈ വരി സൂചിപ്പിക്കുന്നു. ഇനി ശരീരഘടന മനസ്സിലായതെങ്ങനെയാണ്? വിചിത്രരൂപൻ ആരവൻ. വിചിത്രമായ രൂപമുള്ള ഒരു ജീവിയാണ് ഇതെന്ന സൂചന ഈ വരിയിൽ നിന്നാണ് ലഭിക്കുന്നത്. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിളിളകും തിരയിൽ നീരില്ല നിലയില്ല. നീരുചേരാ കായലേ തെന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ. തീരമില്ലാ കായലകലെ കാണുമാകാശം കാണുമാകാശം. എന്താണ് ഈ പറയുന്നത്? വെള്ളമില്ലാത്തതും നദിയില്ലാത്തതുമായ തിരമാലകളില്ലാത്ത നീല നിറത്തിലുള്ള ഒരു വലിയ കായൽ പോലെയാണ് ദൂരെ കാണുന്ന ആകാശം. നീലക്കായലിളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല. കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ.
വാനിലെ പൊൻതോണിയല്ലീ ചന്ദ്രക്കലരൂപം. ചന്ദ്രക്കലരൂപം. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മനുഷ്യരോ തുഴക്കാരോ ഇല്ലാതെ കാറ്റിൻ്റെ തോളിലേറി ആകാശക്കായലിൽ ഒഴുകി നടക്കുന്ന സ്വർണ്ണത്തോണിയാണ് വാനിൽ കാണുന്ന ചന്ദ്രക്കല. ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല. ചൂടുകിട്ടാത്തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ. കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. പുകയില്ലാത്ത എന്നാൽ രാത്രിയിൽ കൈവിളക്കുകൾ പോലെ തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണക്കനലുകളാണ് ആകാശത്തെ നക്ഷത്രങ്ങൾ. ഇത് എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മയാണ്. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു? അതെ, ചേർച്ചയുണ്ട്. കായൽ പോലെ തന്നെ ആകാശവും നീലനിറമാണ്. കായലിൽ വഞ്ചി ഒഴുകുന്നതുപോലെ ആകാശത്ത് മേഘങ്ങളും ചന്ദ്രനും ഒഴുകി നീങ്ങുന്നു. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ചന്ദ്രക്കലയുടെ രൂപം ഒരു ചെറിയ തോണി പോലെയാണ്. വിശാലമായ ആകാശത്തിലൂടെ ചന്ദ്രൻ മെല്ലെ നീങ്ങുന്നത് കായലിലൂടെ തോണി ഒഴുകുന്നതുപോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം. നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? ഒന്നാമത്തേത് ആന കേറാമല ആളു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം വരുന്നത് നക്ഷത്രങ്ങൾ. ഒന്നുകൂടി പറയാം. അമ്മ വിതച്ച വിത്ത് അച്ഛൻ കൊയ്താലും തീരില്ല. ഇതിൻ്റെ ഉത്തരവും നക്ഷത്രങ്ങൾ എന്ന് തന്നെയാണ്. ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ. അവയുടെ ഉത്തരം കണ്ടെത്താനായോ? ഒന്നാമത്തെ കടങ്കഥ പാട്ട്: പച്ചത്തട്ട മിനുക്കി വരും പവിഴച്ചുണ്ടാൽ കൊത്തി വരും മാമ്പഴക്കാലം വന്നാൽ പാടും മാരൻ ഞാനാ രാണാവൂ. ഉത്തരം തത്ത. അടുത്തത്: കയറുമില്ല തൊഴുത്തുമില്ല കാടായ കാടെല്ലാം മേഞ്ഞു നടക്കും കറവ പറ്റാത്ത പശുവാണ് ഞാൻ കണ്ടെത്താമോ കൂട്ടുകാരെ. ഉത്തരം പുഴ അല്ലെങ്കിൽ കാട്ടാറ്. ആന കേറാ മലയതുപോലെയൊരു മല ആളു കേറാ മലയതുപോലെയൊരു മല 1000 കാന്താരി പൂത്തിറങ്ങിയ മല അറിയാമോ കൂട്ടർക്കീ മലയേത്. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. വെള്ളിക്കുടം കുളത്തിൽ വീണു വെള്ളം കോരിയെടുത്താലോ കിട്ടില്ല വെള്ളിപ്പണം പോലെ തിളങ്ങും ഞാൻ വേഗം പറയൂ ഞാനാരാണ്. ഉത്തരം ചന്ദ്രൻ, വെള്ളത്തിലെ പ്രതിബിംബം. അടുത്തത്: കണ്ണില്ലാതെയേ കരയും ഞാൻ കാലില്ലാതെയേ പറക്കും ഞാൻ ആകാശക്കടലിൽ നീന്തി നടക്കും ആരാണെന്നേ കൂട്ടാർക്കറിയാമോ. ഉത്തരം മേഘം. മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? ചിത്രത്തിലുള്ളത് തീവണ്ടിയുണ്ട് അല്ലേ? കരിപ്പുക തുപ്പും കരിനാഗമല്ല പാളത്തിലൂടെ പായും വണ്ടിയാണ് ഞാൻ ആര്. ഉത്തരം തീവണ്ടി. അടുത്തത് ക്ലോക്കാണ്. ഒറ്റക്കാലിൽ നിൽക്കും ഞാൻ ഓടാതെ ഓടും ഞാൻ സമയം കാട്ടും ഞാൻ ആര്. ഉത്തരം ക്ലോക്ക്. അടുത്തത്: ഒഴുകും ഞാൻ നടക്കില്ല പാടും ഞാൻ സംസാരിക്കില്ല ആര്. ഉത്തരം പുഴ. അടുത്തത്: കൈകളില്ല പറക്കും ഞാൻ മരക്കൊമ്പിലിരുന്ന് പാടും ഞാൻ ആര്. ഉത്തരം പക്ഷി. ഇരുവശങ്ങളെ തമ്മിൽ ചേർക്കും പുഴയ്ക്ക് മുകളിൽ നീണ്ടുകിടക്കും ഞാൻ ആരാണ്. ഉത്തരം പാലം. പുല്ലു തിന്നും പാൽ തരും തലയിൽ 2 കൊമ്പുണ്ട് ഞാൻ ആരാണ്. പശു. ആകാശക്കടലിൽ ഒഴുകി നടക്കും ദാഹം തീർക്കാൻ മഴ തരും ഞാൻ ആരാണ്. മേഘം. ഒറ്റക്കാലിൽ മണ്ണിൽ നിൽക്കും തലയിൽ പച്ചക്കുട ചൂടും ഞാൻ ആരാണ്. ഉത്തരം മരം. ചുവരും മേൽക്കൂരയുമുണ്ട് എനിക്ക് കള്ളനും മഴയും വരാതെ കാക്കും ഞാൻ ആരാണ്. ഉത്തരം വീട്. 4 ചക്രങ്ങളുണ്ട് എന്നാൽ നടക്കില്ല. ഒരു ചെറിയ കുടുംബത്തിന് സുഖമായി യാത്ര ചെയ്യാം. അതെന്താണ്? കാറ്. ഒരുപാട് ആളുകളെ കയറ്റി ഒരുമിച്ച് യാത്ര ചെയ്യും. കണ്ടക്ടർ വന്ന് ടിക്കറ്റ് തരും. അതെന്താണ്? ബസ്. വലിയ തടിയും കല്ലും മണലുമൊക്കെ ചുമന്ന് ദൂരേക്ക് പോകും. വലിപ്പത്തിൽ ഇവനാണ് റോഡിലെ രാജാവ്. അതെന്താണ്? ലോറി. 3 ചക്രങ്ങൾ മാത്രമുള്ളൊരു കുട്ടിവണ്ടി കറുപ്പും മഞ്ഞയും കുപ്പായമിട്ട് നഗരത്തിൽ പായും. അതെന്താണ്? ഓട്ടോറിക്ഷ. നാടുനീളെ നീണ്ടുകിടക്കും പക്ഷേ ഒരടിയെങ്കിലും എഴുന്നേറ്റ് നടക്കില്ല. അതെന്താണ്? റോഡ്.
രണ്ട് ഇരുമ്പ് കമ്പികൾ അടുത്തടുത്ത് നീണ്ടു കിടക്കുന്നു. അതിലൂടെ കരിമ്പാമ്പ് പോലെ തീവണ്ടി ഓടുന്നു. അതെന്താണ്? റെയിൽവേ ലൈൻ. കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. വരികൾക്ക് നല്ല താളവും ഈണവും ഉണ്ടാകും. ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന രഹസ്യ സൂചനകൾ അടങ്ങിയിരിക്കും. കേൾക്കുമ്പോൾ ചിന്തിക്കാനും ഒപ്പം തമാശയും തോന്നിപ്പിക്കും. വാക്കുകൾ വളരെ ചുരുങ്ങിയതും ലളിതവുമായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്